തൃശ്ശൂരിലും ഇതേപോലെ ഓണത്തെ വരവേൽക്കാൻ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ തന്നെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ മഹാപൂക്കളം ഒരുക്കുകയാണ് തൃശ്ശൂർ പൗരാവലി. തെക്കേ ഗോപുരനടയിൽ ഇതിനോടകം തന്നെ പൂക്കളം ഒരുക്കാനും കാണാനും ഒക്കെ ഒത്തിരി പേര് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലെവിൻ കെ വിജയനുണ്ട് നമുക്കിപ്പം വിവരങ്ങളൊക്കെ ആയിട്ട്. ലെവിനെ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. സേതു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. തൃശ്ശൂർ കാണാമല്ലോ അല്ലേ, പൂക്കളത്തിൻ്റെയൊക്കെ മനോഹാരിത. വടക്കുന്നാഥന് മുന്നിൽ ഇങ്ങനെ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിലുള്ള മഹാപൂക്കളം. ക്യാമറമാൻ സഹീർ ഗുരുവായൂർ ആ കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരും. ബാക്കി കാര്യങ്ങൾ സേതു പറഞ്ഞോളൂ. ഈ ലെവിനെ, ഞാൻ ഈ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ അത്തം ഇത്രയും വലിയൊരു ആഘോഷം ഇല്ല. തിരുവോണം ആകുമ്പോഴാണ് എല്ലായിടത്തും ക്ലബ്ബുകളിലൊക്കെ വലിയ പൂക്കളവും കാര്യങ്ങളും ഒക്കെ. അത്തം തുടങ്ങുമ്പോൾ നമ്മളെ വീട്ടിലെ ചെറിയ സെറ്റപ്പിലൊക്കെ ഈ അത്തപ്പൂക്കളമൊക്കെ ഇടുന്നു എന്നല്ലാതെ ഇത്രയും വലിയ പൂക്കളവും ഇത്രയും വലിയ ആഘോഷമൊന്നും നമ്മുടെ നാട്ടിലില്ല. തിരിച്ചു വരും. തീർച്ചയായും സേതു, നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൂടെ കാണാം, പൂക്കളത്തിൻ്റെ മനോഹാരിത കാണാം. നമ്മുടെ നാടുകളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ തെക്കൻ ജില്ലക്കാരായതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലേക്കുള്ള അങ്ങോട്ടുള്ള മധ്യ കേരളത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി അങ്ങ് വടക്കൻ കേരളം തുടങ്ങുമ്പോൾ നമ്മൾ പറയും അവിടെ നിന്നുള്ള ആഘോഷങ്ങളൊക്കെ നമുക്ക് അത്ര പരിചിതമല്ല. പക്ഷേ ഇവിടെ എത്തി ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് എത്രമാത്രം മനോഹരമാണ്, നമ്മളെ കഴിഞ്ഞൊക്കെ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവർ ഓണത്തെ വരവേൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. അതിനു മുൻപിലാണ് ഈ മനോഹരമായ പൂക്കളം. അത്തത്തോടനുബന്ധിച്ചുകൊണ്ട് ആദ്യ ദിവസം തന്നെ, ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് അത്തം പിറക്കുന്ന ആദ്യ ദിവസം തന്നെ പുലർച്ചെ തന്നെ ഇത്തരത്തിൽ ഒരുങ്ങുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി മറ്റും ഇത്തരത്തിൽ പൂക്കളം ഒരുക്കാൻ ആളുകൾ ഇവിടെ സജ്ജരായതാണ്. തൃശ്ശൂർ പൗരാവലി ഒന്നാകെ ചേർന്ന് തൃശ്ശൂർ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പൂക്കളം ഒരുക്കി ഇത്ര മനോഹരമായ രീതിയിൽ ക്രമീകരിക്കുന്നത്. ഇത് കാണാനും പൂക്കളം ഇടാനും ഒക്കെ നിരവധി ആളുകളാണ് എത്തുന്നത്. നമ്മളോടൊപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറായ രാഹുൽ ചേരുകയാണ്. രാഹുലെ, എത്രമാത്രം തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഓരോ വർഷവും ഇങ്ങനെ മഹാപൂക്കളമൊക്കെ ഒരുക്കുന്നതിനും മറ്റുമായിട്ട്? അതായത് ഇപ്പോൾ നിലവിലുള്ള തൃശ്ശൂരിൻ്റെ ഒരു അഭിമാനമായ ഒരു പ്രദേശം തന്നെയാണ് തെക്കേ ഗോപുരനട. തെക്കേ ഗോപുരനട എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ പൂരത്തോട് കൂടിയിട്ട് കാണുന്ന നമ്മുടെ ഈ തെക്കേ ഗോപുരനട എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് വൈബിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ തന്നെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ വലിയൊരു പൂക്കളം ഇട്ടുകൊണ്ട് ഓണത്തെ വരവേൽക്കുകയാണ്. വളരെയധികം അഭിമാനമുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഓണത്തെ വരവേൽക്കുന്നതിൽ തൃശ്ശൂരുകാരുടെ ഒരു വലിയ പങ്ക് തന്നെയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ പൂക്കളം, പുലികളി, പൂരം എല്ലാത്തിലും ഒരു എന്താ പറയേണ്ടത്, അതൊരു പ്രത്യേകതയാണല്ലോ. അതായത് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക തലസ്ഥാനത്തെ വളരെയധികം ഭംഗിയാക്കുന്നത് തൃശ്ശൂരിൻ്റെ പൂരവും തൃശ്ശൂരിൻ്റെ പുലിക്കളിയും അതുപോലെ തന്നെ ഈ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കളവും തന്നെയാണ്. ഇനിയിപ്പോൾ ഏതാനും സമയങ്ങൾക്ക് ശേഷം പുലിക്കളി, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുലിക്കളി നിലവിലുള്ള നടുവിലാൽ സെൻറ്ററിൽ വെച്ചുകൊണ്ട് അവിടെ ഗണപതി കോവിലിൻ്റെ തൊട്ടടുത്ത് കൊടി കയറിക്കൊണ്ട് മേയറുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടത്തിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിലായി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 9ഓളം ടീമുകൾ പുലിക്കളിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതും ഇന്നത്തെ ഈ കൊടിയേറ്റം ഭിന്നശേഷിക്കാരടക്കം വരുന്നവരുടെ മേളത്തോടുകൂടി വളരെയധികം അഭിമാനത്തോടു കൂടി സന്തോഷത്തോടും ആവേശത്തോടും തുടക്കം കുറിക്കാൻ പോകുന്നു. അതാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം.